എന്നെ കൊന്നാലും കുഴപ്പമില്ല. ഐ ലവ് യു. ഇറങ്ങിപ്പോ. ഐ ലവ് യു. വിവാഹം കഴിഞ്ഞിട്ട് 1 കൊല്ലം പോലും ആയില്ല. അദ്ദേഹം എന്നോട് സന്തോഷമായിട്ടല്ലായിരുന്നു. എന്നെ സന്തോഷപ്പെടുത്തിയിട്ടുമില്ല. അതിനൊക്കെ കാരണം എന്താന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പിന്നീടാ ഞാൻ അറിഞ്ഞത് അദ്ദേഹം ഒരാണല്ല. അത് മാത്രമല്ല, അദ്ദേഹം ഒരു മനുഷ്യനുമല്ല. അദ്ദേഹം കുറച്ചായിട്ട് എന്നെ സംശയിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വരും, എന്നെ നശിപ്പിക്കാൻ നോക്കി. ഇതിനൊക്കെ കാരണം എന്റെ ഭർത്താവ് എന്ന ആ മനുഷ്യൻ തന്നെയായിരുന്നു. എന്നെ തെറ്റുകാരിയായി മാറ്റാൻ അദ്ദേഹം ഒരുപാട് തെറ്റുകൾ ചെയ്തു. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. ഇളയമ്മ മാത്രമേ ഉള്ളൂ. അവർക്കാണെങ്കിലോ എന്നും ഞാനൊരു ഭാരം മാത്രം. പുറത്തു പറഞ്ഞ് കരയാൻ പോലും സാധിക്കില്ല. കുറച്ചായിട്ട് എനിക്ക് തന്നെ എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. 2 കൊല്ലം ഞാൻ മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാ നിങ്ങളിപ്പോ കാണുന്ന എന്നെ എനിക്ക് തന്നെ പരിചയപ്പെടുത്തിയത്. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഐ ലവ് യു. ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്. നിത്യ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാ. നീ എനിക്ക് ജീവനെ പോലെയാ. ഈ സ്നേഹം നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? പ്ലീസ് എന്റെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അത് അങ്ങോട്ട് നോക്കിയ ആരാടാ അത്? പറ, ഞാൻ എന്ത് ചെയ്താൽ നിനക്ക് എന്നോട് സ്നേഹം തോന്നും? നമ്മുടെ സ്ഥലത്ത് നിന്നാണല്ലോ അവന്റെ കളി. എന്നെ നീ സ്നേഹിക്കണം നിത്യ. മതി, ഒന്ന് നിർത്തിക്കേ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് നിന്നെ സ്നേഹിക്കാനും പറ്റില്ല. എന്നെ ഇനി ഡിസ്റ്റർബ് ചെയ്യരുത്. വട പോയി നോക്കാം. ഇവന്റെ തലമണ്ട ഞാൻ എറിഞ്ഞു പൊട്ടി. വേണ്ട, ഇന്നലെ പുറത്തിറങ്ങിയല്ലേ ഉള്ളൂ. ഇവന് ഞാൻ വെറുതെ വിടില്ലളിയാ. നമുക്കൊരു പണി കൊടുക്കാളിയാ. നീ വാ. നീ ഏതടാ? നീ എവിടുന്നാ വരുന്നത്? ഞങ്ങളുടെ സ്ഥലത്തുള്ള പെണ്ണിനെയാണോ നീ കളിയാക്കുന്നത്? ഇവനെന്താ കാത് കേൾക്കില്ലേ? നീ എന്താ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇനി ഇവിടെ കണ്ടുപോരുത്. പോടാ, പോവാനല്ലേ പറഞ്ഞത്? പോ, സ്ഥലം കാലിയാക്ക്. പോടാ നോക്കി പേടിപ്പിക്കാതാ. പോടാ. ഇവ 2 എണ്ണം വാങ്ങിച്ചിട്ട് പോളെന്ന് തോന്നുന്നു. പോട്ടെ, വെറുതെ വിടരുതവനെ. വേണ്ട, വാ. നീ പറയുന്നോണ്ട് ഞാൻ വെറുതെ വിടുന്നു. ഇല്ലല്ലോ, അവന്റെ പണി ഞാൻ തീർത്താനെ. നാളെ സൺഡേ അല്ലേ? തനിക്ക് ഓഫല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒന്ന് പുറത്തു പോയാലോ? ഇല്ല, ഞാൻ വരുന്നില്ല. പ്ലീസ്, എനിക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന്. ഞാൻ ഒരു തെറ്റ് ചെയ്യില്ല. ഇല്ല, എനിക്ക് ഒരുപാട് പണിയുണ്ട്. നിങ്ങൾ പൊയ്ക്കോളൂ. എന്നാ പോയാലോ? എന്താ പറഞ്ഞേ? എന്നാ പോയാലോന്നാ ചോദിച്ചത്. ഓക്കെ, എവിടെ വേണമെങ്കിൽ പോ. എല്ലാം തന്റെ ഇഷ്ടം.
ബ്യൂട്ടിഫുൾ. സത്യമായിട്ടാണോ പറയുന്നത്? ഞാൻ സത്യമായിട്ട് പറയാ, നന്നായിട്ടുണ്ട്. ഒരുപാട് പൊക്കല്ലേ? ഞാനെന്തിനാ കള്ളം പറയുന്നത്? ഞാൻ സത്യം തന്നെയാ പറഞ്ഞത്. ഇപ്പൊ കണ്ട ഒരു ദേവതയെ പോലെ ഉണ്ട്. തന്നെ ഇപ്പൊ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. ചുമ്മാ കള്ളം പറഞ്ഞ് സൂചിപ്പിക്കില്ലേ? എന്തായാലും അത് മനസ്സിലായല്ലോ. എന്ത്? അല്ല, ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. വണ്ടി എടുക്ക്, നമുക്ക് പോവാം. ആ ഓക്കെ. ശാന്തിയുടെ കൂടെ പുറത്തു പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. അതെന്തായാലും സാധിച്ചു. വണ്ടിയിൽ പോകുമ്പോൾ വണ്ടി കുലുങ്ങിയപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ മൂടളവിയതും അവളെ പതുക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇന്നെന്തായാലും കാര്യം നടത്തണം.